ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് തേർഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്കിതിന്റെ ആൻസർ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഇതുവരെ നടന്ന രണ്ട് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളം ഇംഗ്ലീഷും ഒക്കെ അല്പം സിമ്പിൾ ആയിരുന്നെങ്കിലും GK പാർട്ട് ടഫായിട്ടാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന്, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി 105, ഓപ്ഷൻ സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ പ്രേം ബിഹാരി നരൈൻ റൈസാദ, ഓപ്ഷൻ എ. പ്രേം ബിഹാരി നരൈൻ റൈസാദ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 ഡാഷ് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 ഡാഷ് പ്രതിപാദിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി. കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം. ആൻസർ ഓപ്ഷൻ ഡി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ബീഹാർ, ഓപ്ഷൻ എ. 5, SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 356, ഓപ്ഷൻ എ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച, ഓപ്ഷൻ ബി. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അഥവാ ഏതൊക്കെയാണ് ശരി? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഓർ ഏതൊക്കെയാണ് ശരി? 1, RBI IMF-ൽ ഒരംഗമാണ്. 2, 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 3, ഉഷ തോറട്ട് ആയിരുന്നു ആദ്യത്തെ വനിതാ RBI ഗവർണർ. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം, ഓപ്ഷൻ എ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക? GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക? IGST, ഓപ്ഷൻ ബി. IGST. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ്. ആൻസർ ഓപ്ഷൻ എ. റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ ഇക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത്. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ ഇക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് വി അനന്ത നാഗേശ്വർ, ഓപ്ഷൻ സി. വി അനന്ത നാഗേശ്വർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ
ഏതാണ് ഓർ ഏതൊക്കെയാണ് ശരി? പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? 1. 1510 തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു. 2. പോർച്ചുഗലിലെ രാജാവായ ഇമ്മാനുവലിന്റെ പ്രചോദനത്താൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമിക്കുന്നു. 3. പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു പട്ടണമായി വളർന്നു. അവരുടെ നല്ല കാലങ്ങളിൽ അത് ഗോവയ്ക്ക് ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരം ആയിരുന്നു. ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ഡി 1ഉം 3ഉം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? മാർത്താണ്ഡവർമ്മയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 1. 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 2. 1757 മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. 3. മണ്ഡപത്തുംപാതുക്കൽ എന്നാണ് സേന ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പേര്. 12ാമത്തതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം. ഓപ്ഷൻ സി 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. 1757 അല്ല, 1753 മാവേലിക്കര ഉടമ്പടി. 13ാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? 1. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 2. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. 3. നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്തു. 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു. ഇതില് ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ആണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. 1. പൂർണ്ണ സ്വരാജിന് വേണ്ടി ഗാന്ധി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു. 2. ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് സബർമതിയിൽ നിന്ന് ഗുജറാത്തിന്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക്. 3. ഉപ്പിന്റെ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി നിങ്ങൾ ഒരു നല്ല തന്ത്രം ആസൂത്രണം ചെയ്തു. 1931 ഫെബ്രുവരിയിൽ ഗാന്ധിജിയോട് നെഹ്റു സമ്മതിച്ചു. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1ഉം 2ഉം എന്നുള്ളതാണ്. ഓപ്ഷൻ സി 1ഉം 2ഉം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹിക സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. സാമൂഹിക സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. 1. 1829 ഡിസംബർ 4 ഹിന്ദുക്കളുടെ വിധവകളെ ജീവനോടെ കത്തിക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചുമൂടുന്ന സതി ആചാരം ക്രിമിനൽ കോടതികൾ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണെന്ന് പ്രഖ്യാപിച്ചു. 2. വിദ്യാഭ്യാസം, സാമ്പത്തിക സമ്മർദ്ദം, കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ തകർച്ച എന്നിവ മൂലമാണ് വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ വിവാഹപ്രായം വർദ്ധിക്കുന്നത്. 3. ബ്രിട്ടീഷ് ഗവൺമെന്റ് ജാതിയുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ ഇടപെടാത്ത നയമാണ് പിന്തുടർന്നത്. ഈ സ്ഥാപനങ്ങളെ അടയാളപ്പെടുത്തിയ മാറ്റങ്ങൾ മിക്കവാറും സർക്കാർ നടപടികളല്ല, മറിച്ച് സാമൂഹിക സ്വഭാവമുള്ള ഘടകങ്ങളാണ്. ഇത് 1ഉം 2ഉം 3 സ്റ്റേറ്റ്മെന്റുകൾ ശരിയായിട്ടാണ്. ആൻസർ ഓപ്ഷൻ എ. 15ാമത്തേത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 16ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്ന ലഭിച്ചത്? 1. വിക്രം സാരാഭായ്. 2. APJ അബ്ദുൽ കലാം. 3. ഹോമി ഭാഭ. ഇതിലേതാ? APJ അബ്ദുൽ കലാം അല്ലെ? ഓപ്ഷൻ ഡി 2 മാത്രം. only 2. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. 1. സോളാർ അപ്പർ അറ്റ്മോസ്ഫെറിക് ചലനാത്മകതയെ കുറിച്ചുള്ള പഠനം. 2.
സൗരോർജ പ്രതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് തെളിയിക്കാൻ. 3 റോവർ സൂര്യനിൽ കറങ്ങുന്നത് കാണിക്കാൻ. ഏതാണ് ആദ്യത്തെ L1ന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നത്? 1 മാത്രം അല്ലേ? ഓപ്ഷൻ സി. 17 ഓപ്ഷൻ സി. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഏതൊക്കെയാണ് ശരി? 1 ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക. 2 ദൗത്യം സമ്പദ്വ്യവസ്ഥയുടെ ഗണ്യമായ കാർബണൈസേഷനിലേക്കും ജലവൈദ്യുത പദ്ധതികളെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും നയിക്കും. 3 ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മനിർഭറാകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം. ഓപ്ഷൻ ബി. 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? 1 പരിസ്ഥിതി നിയമം 1986 നിലവിൽ വന്നു. 2 1980 വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. 3 ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് 2020 പ്രകാരം 18/10/2020 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായി. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത് ഇവിടെ. ഓപ്ഷൻ എ. 1ഉം 2ഉം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? 1 ശനിയുടെ ഉപഗ്രഹമായ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. 2 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. 3 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചു. ഇതില് 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി. 1ഉം 2ഉം. 21ാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി റീഡ് ഒൺലി മെമ്മറി, റോം. ഓപ്ഷൻ എ. 22 ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് ഏതാണ്? ഇന്റർപ്രറ്റർ. ഓപ്ഷൻ സി. 23 നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930. ഓപ്ഷൻ ബി. 24ാമത്തെ ക്വസ്റ്റ്യൻ, ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നോംസ് ആൻഡ് നമ്പേഴ്സ്. ഓപ്ഷൻ ഡി. 25ാമത്തെ ക്വസ്റ്റ്യൻ, ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? ലീഫ് കെ ബ്രൂക്സ്. ഓപ്ഷൻ ഡി. ഒമേഗലിന്റെ സ്ഥാപകൻ ലീഫ് കെ ബ്രൂക്സ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, മുഗൾ കലയെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. 1 സനാഡുവിലെ ഖുബ്ലൈ ഖാൻസ് കൊട്ടാരത്തിന്റെ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു. 2 ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലിയാണ്. 3 ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് നിർമ്മിച്ചതാണ്. ഇവിടെ 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ.
ഒന്ന്, ഫ്രാൻസിൽ നേരിട്ടുള്ള നികുതികൾ സംസ്ഥാന ഉദ്യോഗസ്ഥരല്ല സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ആണ് പിരിച്ചെടുത്തിരുന്നത്. 2, റോം കത്തോലിക്ക സഭയിലെ വൈദികർ സംസ്ഥാനത്തെ ആദ്യ ക്രമം രൂപീകരിച്ചു. അത് സമ്പന്നവും ശക്തവുമായിരുന്നു. ഫ്രാൻസിന്റെ ഭൂപ്രദേശത്തിന്റെ 1/5 ഭാഗവും അതിന്റെ ഉടമസ്ഥതയിലായിരുന്നു. 3, വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ മൂലമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിന്റെ അവസ്ഥയും തിന്മകളും ഭരണകൂടത്തിന്റെ തെറ്റുകളും കാരണമാണ്. ഇവിടെ 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി. 27 ഓപ്ഷൻ ബി, 2ഉം 3ഉം. 28ാമത്തെ ക്വസ്റ്റ്യൻ, UNOയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. 1, സാൻ ഫ്രാൻസിസ്കോയിൽ പ്രതിനിധീകരിച്ച 50 പ്രാരംഭ അംഗങ്ങളുടെ കാര്യത്തിൽ UN ലീഗ് ഓഫ് നേഷൻസുമായി സാമ്യം പ്രകടമാക്കി. 2, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനും ഏതെങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് വിലക്കിയും ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സാഹചര്യം സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനും ചാർട്ടർ അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. 3, ഡിസംബറിലെ ടെഹ്റാൻ സമ്മേളനത്തിൽ റൂസ്വെൽറ്റ് ചർച്ചിലും സ്റ്റാലിനും ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഒരു ലോക കുടുംബത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ഏതാണ് ഇതിന്റെ ശരിയായിട്ടുള്ളത്? 1, 2, 3. ഓപ്ഷൻ ഡി. 28 ഓപ്ഷൻ ഡി. 29, പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക. 1, ലോകമെമ്പാടും ഓരോ വർഷവും 400 ദശലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൽ പകുതിയും ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാവൂ. 10% താഴെ മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ. 2, മൈക്രോ പ്ലാസ്റ്റിക് 5 മില്ലിമീറ്ററോളം വ്യാസമുള്ള ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കുടിവെള്ളത്തിലേക്ക് വഴി കണ്ടെത്തുക. 3, പ്രതിവർഷം ഏകദേശം 11 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രങ്ങളിലേക്ക് ഒഴുകുന്നു. ഇത് 2040 3 ഇരട്ടിയാകും. ഇതും 1, 2, 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓപ്ഷൻ ഡി. 29 ആൻസർ ഓപ്ഷൻ ഡി. 30, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. 1, ശ്രീ ഹീരാലാൽ സമരിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 2, 2005 ഒക്ടോബർ 12 മുതൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. 3, കമ്മീഷന്റെ അധികാരപരിധി എല്ലാ കേന്ദ്ര സംസ്ഥാന പൊതു അധികാരികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഇവിടെയും 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ സി. 1, 2, 3. 30 ഓപ്ഷൻ സി. 31, സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതുകരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക. സിറ്റിസൺ ചാർട്ടർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം. സിറ്റിസൺ ചാർട്ടർ. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. NSSOന്റെ പൂർണ്ണരൂപം. NSSOന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണ്. ഓർഗനൈസേഷൻ അല്ല. എ ഓപ്ഷൻ അല്ല, സി ആണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഓപ്ഷൻ സി. 33, കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത്. കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി. ഇവിടുന്നാണ് ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസിയിൽ നിന്ന്. 34, NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് NREGA. ഓപ്ഷൻ ബി. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത്? ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത്? വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാട്രോൺ പ്ലാന്റ്. ഓപ്ഷൻ ഡി. 35 ഓപ്ഷൻ ഡി. 36,
കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം നാട്യകൽപദ്രുമം. ഓപ്ഷൻ സി. 37. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? ഏതാണ്? കൂടിയാട്ടവും മുടിയേറ്റും. ഓപ്ഷൻ ഡി. 37 ഓപ്ഷൻ ഡി, കൂടിയാട്ടവും മുടിയേറ്റും. 38. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഗ്രീസ്. ഓപ്ഷൻ എ, ഗ്രീസ്. 39. ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഡേവിസ് കപ്പ് ടെന്നീസ്. ഓപ്ഷൻ ബി. 40. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? പി സി ഗോപാലൻ. ഓപ്ഷൻ സി, പി സി ഗോപാലൻ. 41. പട്ടിക 1-നെ പട്ടിക 2-മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എ. സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. 3. ബി. എക്സോസ്ഫിയർ. ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. 4. സി. ട്രോപ്പോസ്ഫിയർ. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. 1. ഡി. അയണോസ്ഫിയർ. അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. 2. ഇത് വരുന്നത് A3, B4, C1, D2. ഏതാണ്? ഓപ്ഷൻ ബി. 41 ഓപ്ഷൻ ബി. 42. ഇന്ത്യയുടെ ദേശീയ ജലപാത 3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. NW3, കോട്ടപ്പുറം, കൊല്ലം. ഓപ്ഷൻ സി. ഇപ്പോൾ അത് കോട്ടപ്പുറം കോഴിക്കോട് വരെയാണ്. 43-ാമത്തെ ക്വസ്റ്റ്യൻ. പട്ടിക 1-നെ പട്ടിക 2-മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എ. ഗോസ്, US ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ബി. ഇൻസാറ്റ്, ഇന്ത്യ. സി. സ്പോട്ട്, ഫ്രാൻസ്. ഡി. ഉൽക്കാത്രി, റഷ്യ. അപ്പൊ ഇവിടെ A2, B4, C1, D3. ഇത് വരുന്ന ഏതാ? A2, B4, C1, D3. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് 43-ാമത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 44 നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. 2. ഭംഗർ പുതിയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. 3. ഖാദർ പഴയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. 4. ടെറായ് അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. 1, 4 ഇതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി. 1ഉം 4ഉം. 44 ഓപ്ഷൻ സി. 45. താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി. സൈലന്റ് വാലി. ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി. 46. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടം വെച്ച കോട്ട്. ഓപ്ഷൻ ബി. 47. ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി. ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി മധുരൈ കാഞ്ചി. ഓപ്ഷൻ സി. 48. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ CV രാമൻ പിള്ള. ഓപ്ഷൻ ഡി. 49. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്പറേഷൻ അജയ്. ഓപ്ഷൻ എ. 50.
കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ. ഓപ്ഷൻ സി ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ. 51 മുതൽ മാത്സ് ആണ്. നമുക്ക് ആൻസർ പറഞ്ഞുതരാം. 51 ഓപ്ഷൻ ഡി ആണ്, ഡേവിസ് കപ്പ്. 51 ഓപ്ഷൻ ഡി. 52 ആൻസർ ഓപ്ഷൻ ബി ആണ്, ചികിത്സ. 53 ഓപ്ഷൻ ബി. 57 54 ഓപ്ഷൻ സി 90. 55 ഓപ്ഷൻ ബി ആണ്, 4 കഴിഞ്ഞ് 38 2/11 മിനിറ്റ്. 55 ഓപ്ഷൻ ബി. 56 ഓപ്ഷൻ എ ആണ്, 33.345 ഓപ്ഷൻ എ. 57 ഓപ്ഷൻ ബി ആണ്, 1000. 58 ഓപ്ഷൻ എ 2500. 59 ഓപ്ഷൻ ബി ആണ്, 10 ഓപ്ഷൻ ബി. 60 ഓപ്ഷൻ ഡി 11/20. 61 ഓപ്ഷൻ എ 2031. 62 ഓപ്ഷൻ എ ആണ്, സഹോദരൻ. 62 സഹോദരൻ. 63 12.80 ഓപ്ഷൻ ബി. 64 ഇസഡും വൈയും ഓപ്ഷൻ എ. 64 ഓപ്ഷൻ എ. 65 ഓപ്ഷൻ സി ജയ്. 66 ഓപ്ഷൻ സി 24. 67 ഓപ്ഷൻ സി 1 മണിക്കൂർ. 68 ഓപ്ഷൻ എ 49. 69 ഓപ്ഷൻ ഡി 125. 70 ഓപ്ഷൻ ബി 0 ഓപ്ഷൻ ബി 0. 71 മുതൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 71 ഓപ്ഷൻ ബി ആണ്, ടേൺ അപ്പ്. 71 ഓപ്ഷൻ ബി ടേൺ അപ്പ്. 72 ആൻസർ ഫ്രണ്ട്ലി ഓപ്ഷൻ സി. 72 ഫ്രണ്ട്ലി ആണ്, ഓപ്ഷൻ സി. 73 റെക്ലെസ് ഓപ്ഷൻ എ. റെക്ലെസ് ആണ്, ഓപ്ഷൻ എ. 74 കാറ്റസ്ട്രോഫി ആണ്, ഓപ്ഷൻ സി. 74 ഓപ്ഷൻ സി. 75 ഓപ്ഷൻ ഡി പോപ്പർ ആണ്, പാപ്പർ. ഓപ്ഷൻ ഡി പാപ്പർ. 76 ഓപ്ഷൻ സി ഡിഡിന്റ് ഇറ്റ്. 76 ഡിഡിന്റ് ഇറ്റ്. 77 ഓപ്ഷൻ എ ആണ്, അറ്റ്. 77 ഓപ്ഷൻ എ അറ്റ്. 78 ഓപ്ഷൻ എ വാൺസ്. 78 ഓപ്ഷൻ എ വാൺസ്. 79 ഓപ്ഷൻ ബി ആണ്, ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി. 80 ഓപ്ഷൻ ബി ഐ ലൈക്ക് ഹർ ചൈൽഡ് ലൈക്ക് ഫേസ്. ഇവിടെ ചൈൽഡ് ലൈക്ക് എന്നുള്ളത് ഒന്നിച്ചാണ് വരേണ്ടിയിരുന്നത്. നോക്കാം, ആൻസർ ഓപ്ഷൻ ബി ആയിട്ട് എടുക്കാം. ഓപ്ഷൻ ബി. 81 ഓപ്ഷൻ എ ആണ്, വെരി നിയർ. 82 ഓപ്ഷൻ ബി ആണ്, ഹോൾവേ. ഓപ്ഷൻ ബി. 83 ടൈഗ്രസ്. ഓപ്ഷൻ എ. 84
ബിഗിനിങ് ഓപ്ഷൻ സി ആണ്. പ്രിഫിക്സ് ബിഗിനിങ്ങിലാണ്, ഓപ്ഷൻ സി. 85 സിനോപ്സിസ് ആണ്, ഓപ്ഷൻ എ. 86 എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്, ഓപ്ഷൻ ഡി. 86 ഓപ്ഷൻ ഡി. 87 ദി, ഓപ്ഷൻ സി. 87 ഓപ്ഷൻ സി. 88 ഓൾഡർ, ഡി, ഓപ്ഷൻ ഡി, ഓൾഡർ. 89 ടു ഹിയറിംഗ്, ഓപ്ഷൻ സി, ടു ഹിയറിംഗ്. 90 ജോഷുവ ടോൾഡ് മോം ദാറ്റ് ഹി ഹാഡ് ബീൻ there, ഓപ്ഷൻ ഡി. 90 ഓപ്ഷൻ ഡി. 91 മുതൽ മലയാളമാണ്. പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത്, ഓപ്ഷൻ എ ജനകൻ. 92 തീ പ്ലസ് കനൽ, ഓപ്ഷൻ സി തീക്കനൽ. 93 800 പിരിച്ചെഴുതിയാൽ n+100, ഓപ്ഷൻ ബി n+100. 94 കൂപമണ്ഡൂകം, ലോകവിവരം ഇല്ലാത്തവൻ, 94 ഓപ്ഷൻ സി. 95 ശരിയായിട്ടുള്ളത് ലേഖകൻ, ഓപ്ഷൻ ബി ലേഖകൻ. 96 പൂജക ബഹുവചനമാണ്, ഗുരുക്കൾ, ഓപ്ഷൻ സി ഗുരുക്കൾ. 97 മേഘം എന്നർത്ഥം വരുന്ന പദം വാരിതം, ഓപ്ഷൻ ബി. 98 ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം ശിഥിലം, ഓപ്ഷൻ ഡി. 99 രാജാവും ഋഷിയുമായവൻ, രാജർഷി, ഓപ്ഷൻ ഡി. 100 സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം സുത, ഓപ്ഷൻ ബി. സുതൻ സ്ത്രീലിംഗം സുത. Okay friends, thank you for watching. Bye.